ഇന്നലെ ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, അക്ബർ എങ്ങനെ ഉണ്ടായിരുന്നു നോമിനേഷൻ കഴിഞ്ഞ വീക്കിലെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ലാലേട്ടാ, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസിനോടുള്ള റെസ്പെക്റ്റിലും ഒരു 5 ഇരട്ടി എനിക്ക് കൂടിയെന്ന് പറയുന്നത്. അപ്പം നെവിനും പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി. ലാലേട്ടൻ ചോദിച്ചാൽ അതെന്താ, എന്നെ നോമിനേഷനിൽ എന്നെയും നെവിനെയും ഇടാൻ വേണ്ടി ഇവരിങ്ങനെ കാത്ത് ഗ്രൂപ്പ് ചേർന്ന് ഇരിക്കുമായിരുന്നു ലാലേട്ടാ. ഇവരില്ലെന്നൊക്കെ ഇപ്പോൾ പറയും, അതൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ ലാലേട്ടാ. ഇവരങ്ങനെ എല്ലാവരും തീരുമാനിച്ചിരിക്കുമായിരുന്നു. നിങ്ങളെയാണോ നോട്ട കിട്ടിയെന്ന് വെച്ചപ്പോൾ അതെ, എന്നെയും നെവിനെയും ആയിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 5-6 വോട്ട് ഞങ്ങൾക്ക് ഇവർ ഞങ്ങളെ ചെയ്തേനെ. അതിൽ പെട്ടെന്ന് എണീറ്റിട്ട് പറയണ, ലാലേട്ടാ അവർക്ക് തന്നെ അറിയാം അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഞങ്ങൾ അവരെ ചെയ്യുന്നത്, അതിൻ്റെ അവരൊരു റിയലൈസേഷൻ ചെയ്തതാണെന്ന് പറയുന്നത്. അപ്പോൾ അക്ബർ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നത്, ഷാനവാസ് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നാണ് ഷാനവാസ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, കഴിഞ്ഞ വീക്കിൽ ഇവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ആ ഒരു പ്രശ്നം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ആ പ്രശ്നം ഉന്നയിച്ച് ഇവരെ നോമിനേഷൻ ചെയ്യുമെന്ന് ഇവർക്ക് തന്നെ അറിയാം ലാലേട്ടാ. അപ്പോൾ അക്ബർ പറയണ, ലാലേട്ടാ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റി, ഞങ്ങളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ മാത്രമല്ല ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത്, ഓരോ ഇതിൽ നിന്ന് തന്നെ ഓരോരുത്തർ മാറിയിട്ടുണ്ട്. കുക്ക് ചെയ്യുന്ന വഴി അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ഇവർ നമ്മളെ മാത്രം, ക്യാപ്റ്റന്മാരെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവരാലോചിച്ച് ഞങ്ങളെ തന്നെ നോമിനേറ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു. അപ്പോൾ അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുന്നത്, അനീഷ് ഇവരെയാണോ നോമിനേറ്റ് ചെയ്യാനിരുന്നത്? തീർച്ചയായിട്ടും ലാലേട്ടാ, കാരണം കഴിഞ്ഞ വീക്കിൽ ഇവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്, അക്ബർ, നെവിൻ, ആര്യൻ. അപ്പോൾ എന്തായാലും നോമിനേഷനിൽ ഇവരെ തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ മറ്റുള്ളവരുടെ ആരെയും കേട്ടോ അവരെ ഗ്രൂപ്പ് ചേർന്ന ഒന്നുമല്ല, ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്തിനാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, ഇവിടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? അതൊന്നും എനിക്കറിയത്തില്ല ലാലേട്ടാ. ഞാൻ ഇതുവരെ ഇവിടെ ഒരാളുമായിട്ടും ഇത് പ്ലാൻ ചെയ്തിട്ടില്ല. ഇതുവരെ ഞാൻ നോമിനേഷൻ ചെയ്തത് ആരുടെയും ഇത് കേട്ടിട്ടുമല്ല, അല്ല അവരോടിങ്ങനെ ഇയാളെ ചെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല ലാലേട്ടാ. എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ അനിമോളോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു അനിമോളെ നോമിനേഷൻ. അപ്പോൾ ഒന്ന് 2 പേരുടെ പ്രശ്നങ്ങൾ അങ്ങനെ കിടക്കുമായിരുന്നു, അപ്പം ഞങ്ങൾ ചെയ്യുവാണെങ്കിൽ അവരെ ചെയ്യത്തുള്ളായിരുന്നെന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവർ 2 പേരെയും പോകത്തുള്ളായിരുന്നു. അപ്പോൾ ഇവർ പോകാതിരിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഓപ്പൺ നോമിനേഷൻ വെച്ചത്. അപ്പം അക്ബറൊക്കെ ഒരുമാതിരി വല്ലാതായി പോകുന്നുണ്ട്. ലാലേട്ടനും പെട്ടെന്ന് ഇതായിപ്പോയി. ബിഗ് ബോസും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇങ്ങനെ അനിമോളുടെ ഒരു ആൻസർ. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.